Hello students, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോഷി-ഓയിലേഴ്സ് ഇക്വേഷൻ ആണ്. It's a special type of differential equation and of the form an x raised to n dn nth derivative of y plus an minus 1 x raised to n minus 1. അപ്പോൾ y ൻ്റെ n minus 1 ഡെറിവേറ്റീവ് plus etc plus a1x dy by dx plus a0 y equal to 0. ഇത് ഹോമോജീനിയസ് ആണ്. ഇവിടെ ഈക്വൽ ടു സം ഫങ്ഷൻ ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ അപ്പോൾ അത് നോൺ ഹോമോജീനിയസ് ആവും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോഷി-ഓയിലർ ഇക്വേഷൻസ് എന്ന് വിളിക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൈൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഓർഡർ എന്താണോ അതിനനുസരിച്ചിട്ട് എക്സിൻ്റെ പവർ വരും, എക്സിൻ്റെ ഡിഗ്രി സെയിം ആയിരിക്കും. അപ്പോൾ nth ഡെറിവേറ്റീവ് വരികയാണെന്ന് വെച്ചാൽ എക്സിൻ്റെ nth പവർ വരും. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് വരികയാണെങ്കിൽ എക്സ് റേസ് ടു 2 വരും. തേർഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇത് ഹയസ്റ്റ് ഓർഡർ തേർഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ എക്സ് റേസ് ടു 3 വരും. അപ്പോൾ അങ്ങനെ പ്രൊഡക്റ്റും കൂടെ വരുന്ന ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് എന്ത്, ഓയിലർ കോഷി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ കോഷി-ഓയിലർ ഇക്വേഷൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് ജനറൽ ഫോം an(x raised to n nth derivative of y plus an minus 1 ഇങ്ങനെ. ഇനി സപ്പോസ് ഇതിൽ ഏതെങ്കിലുമൊക്കെ 0 ആവുന്ന കേസും വരാം. അതായത് ഇപ്പം ഇങ്ങനെ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 0 എന്നും വരാം. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ കോഎഫിഷ്യൻ്റ് 0 ആണ് ഇവിടെ. ഇതും ഒരു ഓയിലർ കോഷി ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് തന്നിരിക്കുന്ന ഡെറിവേറ്റീവ്സിൽ ആ ഡെറിവേറ്റീവിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് എക്സിന് പവർ അവിടെ വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 0. ഇതും എന്താണ്, ഓയിലർ കോഷിയാണ്. ഇത് എക്സ് വൈ ഡബിൾ ഡാഷ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും നോക്കേണ്ടത് ഡെറിവേറ്റീവിൻ്റെ ഓർഡറാണ്. ഡെറിവേറ്റീവിൻ്റെ ഓർഡർ ഇവിടെ 2 ആണ്. അപ്പോൾ ഒപ്പം എക്സ് സ്ക്വയർ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ 1 ആണ്, എക്സ് റേസ് ടു 1 വന്നിട്ടുണ്ട്. ഇവിടെ വൈൻ്റെ ടേം മാത്രം, അതായത് എക്സിൻ്റെ പവർ 0 ആണ്. 0th ഡെറിവേറ്റീവ് അല്ലേ ഇത്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് ഓയിലർ കോഷി അല്ലെങ്കിൽ കോഷി-ഓയിലർ ഇക്വേഷൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇൻ പർട്ടിക്കുലർ സെക്കൻഡ് ഓർഡറിൻ്റെ ആണ്, സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയണേ. അത് സോൾവ് ചെയ്യണത് എങ്ങനെയാണെന്നാണ്, അതിൻ്റെ പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് സപ്പോസ് ഇതാണ് ജനറൽ ഫോം ഓഫ് സെക്കൻഡ് ഓർഡർ, ഹോമോജീനിയസ് ആണ് ഓയിലർ കോഷി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ്, നമ്മുടെ ജനറൽ ഫോം എന്താ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ, വൈ ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0 ആയിരുന്നു അല്ലേ. ഇതല്ലേ ജനറൽ ഫോം ഓഫ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് വൈ ഡബിൾ ഡാഷിൻ്റെ മൾട്ടിപ്പിൾ 1 ആണ് അല്ലേ. ഇവിടെയോ വൈ ഡബിൾ ഡാഷ് വരുമ്പോൾ അതിൻ്റെ പവറായിട്ട് എക്സിൻ്റെ പവർ എന്ത് വരണം, 2 വരണം. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷിന് മൾട്ടിപ്പിൾ എ ആയിട്ട് കൊടുത്തു. അതായത് ഇവിടെ വൈ ഡാഷിൻ്റെ മൾട്ടിപ്പിൾ എ ആയിരുന്നു, അതുപോലെ എക്സ് വൈ ഡാഷിൻ്റെ മൾട്ടിപ്പിൾ എ ആണ്, പ്ലസ് ബി ഇൻറ്റു വൈ ഈക്വൽ ടു 0. ഇതാണ് ജനറൽ ഫോം ഓഫ് സെക്കൻഡ് ഓർഡർ ഓയിലർ കോഷി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദെൻ നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്, കറസ്പോണ്ടിങ് ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ അവിടെ ഓക്സിലറി ഇക്വേഷൻ എന്തായിരുന്നു, എം സ്ക്വയർ പ്ലസ് എ എം പ്ലസ് ബി ഈക്വൽ ടു 0 ആയിരുന്നു. അതായത് എം സ്ക്വയർ പ്ലസ് വൈ ഡാഷിൻ്റെ കോഎഫിഷ്യൻ്റ് ദാറ്റ് ഈസ് എ ഇൻറ്റു എം പ്ലസ് ബി ഈക്വൽ ടു 0 ഇതായിരുന്നു അവിടുത്തെ ഇക്വേഷൻ അല്ലേ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ എം സ്ക്വയർ പ്ലസ് എ എം അല്ല വരുന്നത്, ഇവിടെയുള്ള ടേമിൽ നിന്ന് 1 കുറയ്ക്കുക, ദാറ്റ് ഈസ് എ മൈനസ് 1 എം പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് വരും. ഇവിടെ ഇപ്പോൾ 2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെടുക്കണം, 2 മൈനസ് 1 ഇൻറ്റു എം എടുക്കണം ഓയിലർ കോഷിയിൽ. സാധാരണയിൽ നമ്മൾ ഡയറക്റ്റ്ലി ആ നമ്പർ എടുത്തിരുന്നത്, പക്ഷെ ഇവിടെ അതിൽ നിന്ന് 1 കുറയ്ക്കണം. പ്ലസ് ബി എന്ന് പറയുന്നത് സെയിം തന്നെ, ഇവിടെ വൈൻ്റെ മൾട്ടിപ്പിൾ അവിടെ വൈൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഇതാണ് ഓയിലർ കോഷി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഉള്ള ഓക്സിലറി ഇക്വേഷൻ, ഹോമോജീനിയസിൻ്റെ ഓക്സിലറി ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ അവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇതിൻ്റെ റൂട്ട് അനുസരിച്ചിട്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് 3 കേസായിട്ട് പറഞ്ഞു നമ്മൾ. 2 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിംഗിൾ റൂട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ കോംപ്ലക്സ് റൂട്ട് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ.
അപ്പോൾ അവിടെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെ 3 കേസ് ഉണ്ട്. അതായത് ഇത് സോൾവ് ചെയ്യുമ്പോൾ എം സ്ക്വയർ പ്ലസ് എ മൈനസ് 1 ഇൻറ്റു എം പ്ലസ് ബി ഈക്വൽ ടു 0 എന്നുള്ളത് സോൾവ് ചെയ്യുമ്പോൾ എമ്മിന് 2 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് വരാം, ഒരൊറ്റ റൂട്ടായിട്ട് വരാം, അല്ലെങ്കിൽ കോംപ്ലക്സ് റൂട്ടായിട്ട് വരാം. അപ്പോൾ ആ 3 കേസിലും ഓരോ ടൈപ്പ് സൊല്യൂഷനാണ് നമുക്ക് വരിക. അപ്പോൾ ആ സൊല്യൂഷൻ എന്താണെന്നാണ് നമ്മൾ അന്നും അവിടെ പറഞ്ഞിട്ടുണ്ടാകും. 3 കേസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് y1 എന്താ y2 എന്താ ജനറൽ സൊല്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ ഒരു ടേബിൾ നമുക്ക് ഇവിടെയും ആവശ്യമുണ്ട്. അപ്പോൾ ആ ടേബിൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സൊല്യൂഷൻ്റെ ഫോം വരിക. അതായത് ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടും. എന്താ എം സ്ക്വയർ പ്ലസ് എ മൈനസ് 1 ഇൻറ്റു എം പ്ലസ് ബി ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് കിട്ടും. നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷന് മോസ്റ്റ് 2 റൂട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ 2 റൂട്ടിൽ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് വരുന്ന കേസ്, അതായത് സൊല്യൂഷനായിട്ട് ഇപ്പോൾ എമ്മിൻ്റെ വാല്യൂ നമുക്ക് 1ഉം ആൻഡ് 3 ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുക. 1 and 3 ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടാണല്ലേ, ഡിഫറെൻറ്റ് റൂട്ട്സ് ആണ് 1ഉം 3ഉം വരേണ്ടത് വെച്ചാൽ. അപ്പോൾ ജനറൽ സൊല്യൂഷൻ y1 y2 എന്ന് പറയുന്ന സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എന്താ വരിക, y1 ഈക്വൽ ടു എക്സ് പവർ m1. അവിടെ എന്തായിരുന്നു, ഇ പവർ m1 ആൻഡ് ഇ പവർ m2 ആയിരുന്നു. ഇവിടെ എക്സിൻ്റെ പവറായിട്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ, ദാറ്റ് ഈസ് c1 ഇൻറ്റു എക്സ് റേസ് ടു m1 പ്ലസ് c2 ഇൻറ്റു എക്സ് റേസ് ടു m2. അവിടെ എക്സ്പൊണൻഷ്യൽ എടുത്തത് ഇവിടെ എക്സ് ആയിട്ട് എടുക്കുക. ആൻഡ് സിംഗിൾ റൂട്ട് വരുന്ന കേസിൽ അവിടെ ഇ റേസ് ടു m ആയിരുന്നു, പിന്നെ എക്സ് ഇ റേസ് ടു എം ആയിരുന്നു അല്ലേ. ഇവിടെ എക്സ് റേസ് ടു എമ്മും ലോഗ് എക്സ് എക്സ് റേസ് ടു എമ്മും വരും. ആൻഡ് വൈ ഇസ് ഈക്വൽ ടു c1 പ്ലസ് c2 ലോഗ് എക്സ്. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ ലീനിയർ കോമ്പിനേഷൻ. അതിൽ എക്സ് റേസ് ടു എം കോമൺ അല്ലേ, അപ്പോൾ അതിനെ പുറത്തെടുത്തു. c1 പ്ലസ് c2 അവിടെ എന്തായിരുന്നു, c1 പ്ലസ് c2 എക്സ് ഇ റേസ് ടു എം എക്സ് ആയിരുന്നു അല്ലേ. ഇവിടെ c1 പ്ലസ് c2 ലോഗ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എം എന്ന് വരും. ആൻഡ് കോംപ്ലക്സ് ആണെങ്കിൽ, അതായത് ആൽഫ പ്ലസ് ഐ ബീറ്റ ഫോം ആണെങ്കിൽ y is equal to x raised to m. അവിടെ e raised to mx ആയിരുന്നു, ഇവിടെ x raised to m into a cos beta log x. ബീറ്റ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇമാജിനറി പാർട്ട് ഇൻറ്റു log x പ്ലസ് b sin beta log x. അപ്പോൾ ഇവിടെ സൈൻ ആംഗിളായിട്ട് കോസിൻ്റെയും സൈൻ്റെയും ആംഗിളായിട്ട് എന്താ വരിക, ബീറ്റ log x ആണ് വരിക. അപ്പോൾ ഇതാണ് 3 കേസ് വരുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ കാണാമെന്ന് പറയുന്നത് നമ്മൾ ആ ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് അതിൻ്റെ സൊല്യൂഷൻ നോക്കിയിട്ട് അതിൽ ഇത് ഏത് ഫോമിലാണ് വരണേ നോക്കുക, കറസ്പോണ്ടിങ് സൊല്യൂഷൻ ഇതൊന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ്. ഇത് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, ഇങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, നോക്കൂ ഈ പ്രോബ്ലം എക്സ് സ്ക്വയർ ബൈ ഡബിൾ ഡാഷ് മൈനസ് 3xy ഡാഷ് പ്ലസ് 3y ഈക്വൽ ടു 0. ഇതൊരു ഓയിലർ കോഷി ഇക്വേഷൻ ആണ്. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം എന്താ, y ഡബിൾ ഡാഷ് വന്നിട്ടുണ്ട്, അപ്പോൾ എക്സ് സ്ക്വയർ വന്നു, y ഡാഷിൻ്റെ എക്സ് വന്നു, 3y ഈക്വൽ ടു 0. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി ഇക്വേഷൻ എഴുതണം. അപ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് സ്ക്വയർ y ഡബിൾ ഡാഷ് തന്നെയാണോ, അതിന് മൾട്ടിപ്പിൾ ആയിട്ടൊന്നും വരാൻ പാടില്ല. മൾട്ടിപ്പിൾ ആയിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എങ്കിൽ, അതായത് ഇവിടെ ഇപ്പോൾ 4xy ഡാഷ് ഒക്കെ വരുന്നുണ്ട് വെച്ചാൽ നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക, ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഹോൾ ഇക്വേഷനെ. എന്നിട്ട് അപ്പോൾ എക്സ് സ്ക്വയർ വൈ സ്ക്വയറിൻ്റെ എക്സ് സ്ക്വയർ ഇൻറ്റു y ഡബിൾ ഡാഷിൻ്റെ മൾട്ടിപ്പിൾ എന്താവും, ഉണ്ടാവും അല്ലേ. എന്നിട്ട് ബാക്കി പ്രൊസീജിയർ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഇവിടെ പ്രശ്നമൊന്നുമില്ല, എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് തന്നെയുള്ളൂ, മൈനസ് 3xy ഡാഷ് പ്ലസ് 3y ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്താ വരിക, എം സ്ക്വയർ പ്ലസ് എ മൈനസ് 1 അല്ലേ. ഇവിടെ എൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കണേ, 3 അല്ല നെഗറ്റീവ് 3 ആണ് കിടക്കണേ. അപ്പോൾ എ ആയിട്ട് എന്തെടുക്കണം, നെഗറ്റീവ് 3 എടുക്കണം, അവിടെ തെറ്റിക്കാൻ പാടില്ല. ഇത് -1 എന്ന് പറയുമ്പോൾ എ -1 ആണല്ലേ, 3 - 1 2 എന്ന് എടുത്തിട്ട് നെഗറ്റീവ് ഇടാൻ പാടില്ല. എന്ത് ചെയ്യണം, നെഗറ്റീവ് 3 ആണ് ഇവിടുത്തെ, അത് -1 ഇങ്ങനെ എടുക്കണം, ഇൻറ്റു എം പ്ലസ് 3 ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ഓക്സിലറി ഇക്വേഷൻ, ദാറ്റ് ഈസ് എം സ്ക്വയർ മൈനസ് 4m മൈനസ് 3 -1 -4m പ്ലസ് 3 ഈക്വൽ ടു 0. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കാണാം, ദാറ്റ് ഈസ് എമ്മിൻ്റെ വാല്യൂ കാണാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a വെച്ചിട്ട് സോൾവ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3യും കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -4ഉം കിട്ടണം. ഏതൊക്കെയാണ് വാല്യൂസ്, അങ്ങനെ ചെയ്യൂലേ നമ്മൾ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടണം, അതായത് -1ഉം -3ഉം അതില്ലേ, ആഡ് ചെയ്യുമ്പോൾ -4ഉം കിട്ടുന്നുണ്ട്. അപ്പോൾ m -1ഉം m -3ഉം ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും, m is equal to 1 and
ഓർ എം ഇസ് ഈക്വൽ ടു 3 അല്ലേ, എം 1 ആവാം ഓർ 3 ആവാം. അപ്പോൾ നമുക്ക് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടല്ലേ കിട്ടിയേ. അപ്പോൾ സൊല്യൂഷൻ എന്താ, y ഇസ് ഈക്വൽ ടു C1 e റേസ് ടു അല്ല, ഇവിടെ x റേസ് ടു എടുക്കുക. ഓലക്കോശിയാണ്, അപ്പോൾ x റേസ് ടു m അല്ലേ, x റേസ് ടു m1 ഇത് m1 ആയിട്ട് എടുക്കുക, അത് m2 ആയിട്ട് എടുക്കുക. x റേസ് ടു 1 എന്ന് പറയുമ്പോൾ x തന്നെ പ്ലസ് C2 x റേസ് ടു 3 എന്ന് വരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ജനറൽ സൊല്യൂഷൻ വരെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സോൾവ് ചെയ്തിട്ട് ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആണോ അല്ലെങ്കിൽ സിംഗിൾ ആണോ കോംപ്ലക്സ് ആണോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻ ഫ്രം ദ ടേബിളിൽ നമ്മൾ എടുക്കുക, എന്നിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ തെറ്റിക്കാറുള്ള സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഇവിടെ x²y" മൾട്ടിപ്പിൾ വേറെ എന്തെങ്കിലും വരും, 4ഓ 3ഓ 2ഓ ഒക്കെ വരുമ്പോൾ അത് ഡയറക്റ്റ്ലി എടുത്ത് ചെയ്യാൻ പാടില്ല. അവിടെ നമ്മൾ അങ്ങനെ ചെയ്യുമായിരുന്നു. അതായത് 4y" പ്ലസ് 3y' പ്ലസ് 4 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 4m² പ്ലസ് 3m പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഇവിടത്തെ -1 എടുക്കണില്ലേ. അപ്പോൾ അത് -1 എടുക്കുന്നത് എപ്പോഴാണ്, x²y" മൾട്ടിപ്പിൾ 1 ആകുമ്പോഴാണ് നമ്മളിവിടെ 3 -1 എടുത്ത് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ 4 ആവരണേ, 4x²y" പ്ലസ് അങ്ങനെ വരുന്ന കേസിൽ ആദ്യം നമ്മൾ ആ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കിയിട്ട് മാറ്റിയിട്ട് a-1m എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആണോ അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻ മാത്രമേ അതൊന്ന് ചൂസ് ചെയ്യാവൂ. ഇനി ഇതിൽ തന്നെ അതായത് നമ്മൾ ഓയിലർ കോഷി സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ നോൺ ഹോമോജീനിയസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു അല്ലേ. അതായത് ഇപ്പോൾ y" പ്ലസ് 4y' പ്ലസ് 4 ഈക്വൽ ടു സം x റേസ് ടു 4 ഒക്കെ ആണെങ്കിൽ ആദ്യം നമ്മൾ ഇതിൻ്റെ ഹോമോജീനിയസിൻ്റെ സൊല്യൂഷൻ കാണും. ദെൻ ഇതിനനുസരിച്ചിട്ടുള്ള ഫോം നമ്മൾ എടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള yp കണ്ടുപിടിക്കും. ദെൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ കിട്ടും അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് തന്നെയാണ്. അതായത് ഇതിപ്പോൾ ഓയിലർ കോഷി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ x²y" മൈനസ് 3xy' പ്ലസ് 3y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു x റേസ് ടു 4 e റേസ് ടു x ഈ ഫോമിൽ വരുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ എന്താ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത്. എന്താ ഇത് ഓയിലർ കോഷിയാണ്, ഇത് സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, അത്ര വ്യത്യാസമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇവിടെ YH കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ നോക്കുക. എന്താ x²y" മൈനസ് 3xy' പ്ലസ് 3y ഈക്വൽ ടു 0 എടുക്കുക. ഇതെന്താ ഈ സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, എന്താണ് ഓയിലർ കോഷിയാണ്. അത് മാത്രമാണ് ഇതിൽ പ്രശ്നമുള്ളൂ. ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ നമുക്കറിയാം. എന്താ m² പ്ലസ് a-1 ഇൻറ്റു m പ്ലസ് b ഈക്വൽ ടു 0. ഇത് കണ്ടുപിടിച്ചിട്ട് എമ്മിൻ്റെ സൊല്യൂഷൻ നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ എഴുതില്ലേ, അതാണ് YH. ഇനി മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യണത് എങ്കിൽ എന്ത് ചെയ്യുക, 2 ഇൻറ്റു x റേസ് ടു 4ൻ്റെ നമുക്കറിയാമല്ലേ, എന്താ k4x റേസ് ടു 4 ജനറൽ ഫോമില്ലേ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് yp ചൂസ് ചെയ്യില്ലേ, അത് ഇൻറ്റു e റേസ് ടു xൻ്റെ yp എടുക്കുക. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമുക്ക് മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റർ വെച്ചിട്ടും ചെയ്യാം. അതായത് ഇതിൽ നമുക്ക് YH കാണുമ്പോൾ C1y1 പ്ലസ് C2y2 ഫോമിൽ കിട്ടില്ലേ, അതിൽ ഓർമ്മത്തിൽ y1 ഇതിനെ y2 ആയിട്ട് എടുക്കുക, അത് യൂസ് ചെയ്തിട്ട് റോൺസ്കിൻ കണ്ടുപിടിക്കുക. ദെൻ ypയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ ഇത്ര വ്യത്യാസമേ ഉള്ളൂ ഇത് രണ്ടും തമ്മിൽ. അപ്പോൾ ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടെ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു, സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞു. സോറി, ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട് കേട്ടോ, ലീനിയർ മോഡൽസ് ആൻഡ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കും കൂടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പറയാം. അതോടുകൂടെ അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇതിപ്പോൾ ടൈം കുറച്ചായല്ലോ. അപ്പോൾ ആ ടോപ്പിക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞു. നമുക്കിനി 2 മൊഡ്യൂൾസും കൂടെ എടുക്കാനുണ്ട്. അത് മാക്സിമം എടുത്ത് തീർക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.